അന്തിമ ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് അറിയിച്ചു. മറിപ്പുഴയിൽ നിന്ന് മീനാക്ഷി ബ്രിഡ്ജിലേക്ക് 8.173 കിലോമീറ്റർ ദൂരം, 2134 കോടി രൂപ നിർമ്മാണ ചെലവ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകിയിരിക്കുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് സമിതിയുടെ ശുപാർശ. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് എംഎൽഎ ലിൻഡോ ജോസഫ്. KRCL ഇതിന്റെ SPA പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ടണലിംഗ് മെത്തേഡ് ഏറ്റവും നന്നായി ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കുന്നത് പ്രധാനമായും KRCL ആണ്. സ്വാഭാവികമായിട്ടും KRCL SPVA പ്രവർത്തിക്കുന്ന അവരുമായിട്ടാണ് ബന്ധപ്പെട്ട കമ്പനി എഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ LOA 2 ദിവസത്തിനുള്ളിൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നും വളരെ വേഗത്തിൽ എഗ്രിമെന്റിൽ ഏർപ്പെടാൻ വേണ്ടി കഴിയുമെന്നും ഉടനെ തന്നെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.057 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കും. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം ഏർപ്പെടുത്തണം. ഇരവഴിഞ്ഞി പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലാകണം നിർമ്മാണം. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണമെന്ന നിബന്ധനയും സമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.